ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്തു. നിശബ്ദതയിലൂടെ പ്രതികരിച്ചു. പൊട്ടിത്തെറിച്ചും മുസ്ലിം നേതാക്കൾ രംഗത്തെത്തി. പൊട്ടിത്തെറിച്ചവരിൽ എടുത്തു പറയേണ്ടത് അസദുദ്ദീൻ ഒവൈസിയാണ്. ഔട്ട്ലുക്ക് മാഗസിന് അവസാനം നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ മസ്ജിദ് എനിക്ക് തിരികെ വേണം എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒവൈസിയുടെ നിലപാട്. ബഹുമാനത്തോടു കൂടി തന്നെ വിധിയെ സ്വാഗതം ചെയ്യുമ്പോൾ ബഹുമാനത്തോടെ വിധിയിൽ വിയോജിപ്പ് രേഖപ്പെടുത്താനും രാജ്യത്തെ പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട് എന്നാണ് ഒവൈസിയുടെ വാദം. അത് തന്നെയാണ് ഭരണഘടനയും ഉറപ്പ് നൽകുന്നത്. ഒവൈസിയോടൊപ്പം ഈ വിഷയത്തിൽ കട്ടക്ക് നിന്ന മറ്റൊരാളാണ് സുന്നി വഖഫ് ബോർഡ് അഭിഭാഷകൻ, ബാബരി മസ്ജിദ് ജനകീയ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ സഫർയാബ് ജിലാനി. ഇന്ത്യയിലെ മികച്ച അഭിഭാഷകന്മാരിൽ ഒരാളാണ് സഫർയാബ് ജിലാനി. സഫർയാബ് ജിലാനി അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് ആദ്യം വിധി വന്ന സമയത്ത് തലകുനിച്ചുകൊണ്ട് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത ഒരാളാണ്. എല്ലാം കഴിഞ്ഞ് സുപ്രീം കോടതിയും ഈ വിഷയത്തിൽ ഒരു വിധി പുറപ്പെടുവിച്ചപ്പോൾ തലകുനിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ വരാന്തയിലൂടെ കടന്നു വന്ന ഒരു അഭിഭാഷകനാണ് സഫർയാബ് ജിലാനി. ആദ്യഘട്ടം മുതൽ തന്നെ രണ്ട് വിധിയിലും അദ്ദേഹത്തിന്റെ പ്രതിഷേധം അറിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. 5 ഏക്കർ എന്നല്ല 500 ഏക്കർ നൽകിയാലും ആരും സ്വീകരിക്കരുത്. എൻ്റെ നിലപാട് ഞാൻ തുറന്നു പറയുകയാണ്. നമുക്ക് നീതിക്ക് വേണ്ടി പോരാടാം. റിവ്യൂ ഹർജിയുമായി സുപ്രീം കോടതിയിലോട്ട് പോകാമെന്ന നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് സുന്നി വഖഫ് ബോർഡ് അഭിഭാഷകൻ സഫർയാബ് ജിലാനി തുറന്നടിച്ചു പറയുമ്പോൾ ഇന്ത്യയിൽ പൊട്ടിത്തെറിച്ച് മുസ്ലിങ്ങളുടെ അവകാശത്തിന് വേണ്ടി ശബ്ദിക്കുന്ന രണ്ടു പേരുടെ പേര് മാത്രമാണ് നമുക്കിന്ന് ചിത്രങ്ങളിൽ തെളിയുന്നുള്ളത്. മുസ്ലിം പേഴ്സണൽ ബോർഡിൽ നിന്ന് ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വ്യക്തമായ പ്രതികരണവുമായി രംഗത്ത് വന്നത് ഒവൈസിയും സുന്നി വഖഫ് ബോർഡ് അഭിഭാഷകൻ സഫർയാബ് ജിലാനിയുമാണ്. ഈ രണ്ടുപേരെയും സോഷ്യൽ മീഡിയ കൈയടിച്ച് സ്വീകരിക്കുമ്പോൾ പോലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മുസ്ലിം സമുദായത്തിനിടയിൽ നിന്ന് തന്നെ ഇവർക്ക് നേരെ ഉയർന്നു വരുന്നുമുണ്ട്. എന്നാൽ പോലും തുറന്നു പറയാനുള്ള ആർജവത്തെ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമ്പോൾ നിലപാടിൽ ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.